നിർത്തിയിട്ടിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറിന് തീ പിടിച്ചു. പൊയിൽക്കാവ് സ്വദേശി പ്രകാശന്റെ സ്കൂട്ടറിനാണ് തീ പിടിച്ചത്. പുക ഉയരുന്നത് കണ്ട വീട്ടുകാർ വെള്ളം ഉപയോഗിച്ച് തീ അണയ്ക്കുകയായിരുന്നു. വിവരങ്ങൾ രതീഷ് ഫാസിനോട് ചോദിക്കാൻ. ഇതിപ്പോ എത്ര സംഭവമായല്ലേ ഈ ഇലക്ട്രിക് സ്കൂട്ടറുകൾ കത്തി അപകടമുണ്ടാകാൻ തുടങ്ങിയിട്ട്. രതീഷ്, ഇതിപ്പോ എന്താണ് സംഭവിച്ചത്? വീട്ടുകാരൊക്കെ സേഫ് ആണോ? എപ്പോഴായിരുന്നു അപകടം? സേതു, ഈ വിഷയത്തിൽ ആർക്കും അപകടമില്ല. വീടിന്റെ പുറത്ത് റോഡരികിൽ നിർത്തിയിരുന്ന ഈ സ്കൂട്ടറാണ് ഇത്തരത്തിൽ ആദ്യം പുകയുയർന്നു, പിന്നീട് പൊടുന്നനെ കത്തുകയായിരുന്നു. എന്തായാലും ആ സമയത്ത് തന്നെ വീട്ടുകാർ ഉൾപ്പെടെ വന്ന് വെള്ളമൊഴിച്ച് തീ കെടുത്തി. പക്ഷേ ഈ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇടയ്ക്കിടയ്ക്ക് കത്തുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. നിരവധി പേരാണ് ഈ ഇന്ധന ഈ ക്ഷാമമൊക്കെ പരിഹരിക്കാൻ കൂടുതലുള്ള ഇത്തരം ഇലക്ട്രിക് സ്കൂട്ടറുകളിലൊക്കെ എടുക്കുന്നത്. പക്ഷേ ഇത്തരം ഒരു ആശങ്ക തുടരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ആർക്കും അപകടമുണ്ടായിട്ടില്ല. ഇടയ്ക്കിടെ ഇങ്ങനെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ കത്തുന്നത് ഇത്തരം സ്കൂട്ടർ ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം. ആർക്കും അപകടമുണ്ടായില്ല എന്നത് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ശരി രതീഷ്, പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. കാരണം ഈ ഇന്ധന വിലക്കയറ്റമൊക്കെ അതിരൂക്ഷമായ സമയത്താണ് പിന്നീട് സർക്കാർ അടക്കം ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അങ്ങനെ പലരും ഇലക്ട്രിക് സ്കൂട്ടറിലേക്കും ഇലക്ട്രിക് വാഹനങ്ങളിലേക്കും ഒക്കെ മാറുകയാണ്. പക്ഷെ അപ്പോഴും ഈ സ്കൂട്ടറുകളൊക്കെ നിന്ന് കത്തുന്ന സംഭവം അത് ഒറ്റപ്പെട്ടതല്ല. ഇപ്പൊ എത്ര സംഭവങ്ങളായല്ലേ? പലരുമൊക്കെ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ട് പോകുന്നതൊക്കെയും. അപ്പോൾ ഇതിലെന്താണ് ഇതിനൊരു പ്രശ്നമാവുന്നത് എന്ന കാര്യത്തിലൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.